ഹലോ ഒരുവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ലോ കമ്മീഷൻ, ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ഫെറി, പാഞ്ചേശ്വർ പ്രൊജക്ട്, ഗ്ലോബൽ വേസ്റ്റ് മാനേജ്മെന്റ് ഔട്ട്ലുക്ക്, ഇൻവെസ്റ്റിംഗ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ഫൈറ്റ് അഗെയിൻസ്റ്റ് റയർ ഡിസീസസ് ഇൻ ഇന്ത്യ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഘാന. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. ഇന്ത്യയിൽ വൺ നേഷൻ വൺ ഇലക്ഷൻസ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചേഞ്ച് ഇന്ത്യയിൽ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയുടെ ലോ കമ്മീഷൻ ഈ വൺ നേഷൻ വൺ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് ഇപ്പോൾ അടുത്തായിട്ട് സെൻട്രൽ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 1 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ലോ കമ്മീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ലോ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ ഒന്നുമല്ല. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇന്ത്യയിലെ നിലവിലുള്ള ലീഗൽ സിസ്റ്റത്തിനകത്ത് റിഫോംസ് വരുത്തേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിലവിലുള്ള ഏതൊക്കെ നിയമങ്ങളാണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത്, അപ്പോൾ അത് റിപ്പീൽ ചെയ്യേണ്ട നിയമങ്ങളുണ്ടെങ്കിൽ അതെന്താണ്, പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, അതുകൂടാതെ സെൻട്രൽ ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ചില ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാവും നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഈ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് റെക്കമെൻഡേഷൻസ് ആയിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നതിനും വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ലീഗൽ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കമ്മീഷനാണ് ലോ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയോ അല്ല എന്ന് മനസ്സിലാക്കി. ഇതൊരു എക്സിക്യൂട്ടീവ് അതോറിറ്റിയിൽ വരുന്ന ഒരു ബോഡിയാണ്. പണ്ട് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനൊക്കെ ഉണ്ടായിരുന്നതിന് സിമിലർ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. പക്ഷേ ഇതൊരു അഡ്ഹോക്ക് ബോഡി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതായത് ഇവരുടെ ടേംസ് ഓഫ് റെഫറൻസിൽ പെടുന്ന കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി അത് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുന്നതോടുകൂടി ആ ലോ കമ്മീഷൻ പിരിച്ചുവിടപ്പെടും. ഓക്കെ, അപ്പോൾ ഈ ലോ കമ്മീഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു ഫിക്സ്ഡ് പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും. അത് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിൻ്റെ ഒരു അഡ്വൈസറി ബോഡി പോലെയാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ ലോ കമ്മീഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഇത്തരത്തിൽ 1934 ഇന്ത്യയിലെ ആദ്യത്തെ ലോ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പക്ഷേ 1934 ഫസ്റ്റ് ലോ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ലീഗൽ റിഫോംസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യണമെന്ന് 1833 ചാർട്ടർ ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1834 ലോർഡ് മക്കാളയുടെ നേതൃത്വത്തിൽ മക്കാളെ കമ്മീഷൻ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ലോ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ മക്കാളെ കമ്മീഷൻ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 1860 ഇന്ത്യൻ പീനൽ കോഡൊക്കെ നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി ലോ കമ്മീഷന്റെ ഒരു ചരിത്രം, ഇതിനു ശേഷമുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ മക്കാളെ കമ്മീഷന് ശേഷം അല്ലെങ്കിൽ ഫസ്റ്റ് ലോ കമ്മീഷന് ശേഷം പിന്നീട് 1853, 1861, 1879 എന്നീ വർഷങ്ങളിലെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ ഒരു 4 ഡിഫറെൻറ്റ് ലോ കമ്മീഷൻസിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള ഇന്ത്യൻ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ, അല്ലെങ്കിൽ നമ്മൾ CRPC എന്ന് ചുരുക്കി വിളിക്കുന്ന കാര്യം, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, ഇന്ത്യൻ പീനൽ കോഡ്, ഇതെല്ലാം തന്നെ ഈ ലോ കമ്മീഷൻ റെക്കമെൻഡേഷൻ്റെ റിസൾട്ടായിട്ട് വന്നിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് ലോ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1955 ജവഹർലാൽ നെഹ്റു ഗവൺമെൻറ്റിൻ്റെ സമയത്താണ്. അന്നത്തെ അറ്റോർണി ജനറൽ ആയിരുന്ന MC സെതൽവാദിൻ്റെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ പുള്ളിനെ ചെയർമാൻ ആക്കിക്കൊണ്ടാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ലോ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ നിലവിലുള്ള ലോ കമ്മീഷൻ എന്ന് പറയുന്നത് 22ാമത്തെ ലോ കമ്മീഷനാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ സാധാരണഗതിയിൽ പഠനം നടത്തുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ജോലി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യയിലെ ലീഗൽ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരോട് പഠിക്കണം എന്ന് പറയുന്ന ചില ടോപ്പിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന കുറച്ച് ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാവും. അതുകൂടാതെ ഇവർക്ക് ഇന്ത്യയിലെ ലീഗൽ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ പഠിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ പരിഗണിക്കേണ്ടതായിട്ട് തോന്നുന്നത് ആ കാര്യങ്ങൾ ഇവർ സുവമോട്ടോ നേച്ചറിൽ എടുത്തിട്ട് അതും പഠിച്ചിട്ട് അതിനെക്കുറിച്ച് റെക്കമെൻഡേഷൻസ് മേക്ക് ചെയ്യാണ് ചെയ്യുക. നോർമലി ചെയ്യാറുള്ളത് നമ്മുടെ ഇന്ത്യയിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ട് നിയമങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ നിയമങ്ങൾ റിപ്പീൽ ചെയ്യണമെന്ന് പറയും. ഏതെങ്കിലും നിയമത്തിനകത്ത് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് പറയും. നമ്മൾ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് പോലുള്ള ഡിബേറ്റ് ചെയ്യപ്പെടുന്ന കാഴ്ചപ്പാടുകളാണെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ കേസിൽ എന്താണ് ഇപ്പോൾ നിലവിൽ ചെയ്യേണ്ടതെന്ന് പറയും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ലോ കമ്മീഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് ലോ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറിയാണ്. ഇത് ഇപ്പോൾ റീസെൻ്റ്ലി പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി ഇനാഗുറേറ്റ് ചെയ്തതായിട്ടുള്ള വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 5 പറയുന്നുണ്ട്.
അപ്പോൾ എന്താണ് ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ഫെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ബോട്ടാണ്, ഒരു കാറ്റമറൻ ആണ്. അതായത് ഏകദേശം 50 ആളുകളെ ക്യാരി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു പാസഞ്ചർ ക്യാരി കാറ്റമറൻ ആണ്. അതിൻ്റെ ഒരു നീളം കൂടിയ ബോട്ടാണെന്ന് മനസ്സിലാക്കുക. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഇംഗ്ലണ്ട് വാട്ടർ വേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെസലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂൽ സെൽസ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ്ലി സീറോ എമിഷൻ ഉള്ള കംപ്ലീറ്റ്ലി എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് ഈ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ഫെറി എന്ന് പറയുന്നത്. ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്തേക്കുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സീറോ എമിഷൻ ആയിട്ടുള്ള വാട്ടർ വെസൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു പദ്ധതിയാണ് ഹരിത് നൗക ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കീഴിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നടത്തുന്നതിനുള്ള ഒരു കാരണമായിട്ട് കൊച്ചിൻ ഷിപ്പ് യാർഡ് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്നോളജി മാരിടൈം സെക്ടറിൽ, അതായത് ഈ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ എന്ന് പറയുന്ന പുതിയ ടെക്നോളജി മാരിടൈം സെക്ടറിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പാഞ്ചേശ്വർ പ്രൊജക്റ്റ് ആണ്. സോ ഈ പാഞ്ചേശ്വർ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 10 ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും അതുപോലെ തന്നെ നേപ്പാളിൻ്റെ ഫോറിൻ സെക്രട്ടറിയും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു മീറ്റിങ്ങിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രസ് റിലീസിനകത്ത് ഈ പാഞ്ചേശ്വർ പ്രൊജക്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ന്യൂസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ പാഞ്ചേശ്വർ പ്രൊജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാഞ്ചേശ്വർ മൾട്ടിപർപ്പസ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ PMP എന്ന് പറയും. സോ ഇതൊരു ബൈനാഷണൽ ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ബൈനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ വാർത്തയുടെ കേസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണുള്ളത് എന്നുള്ളത്. സോ ഇന്ത്യക്കും നേപ്പാളിനും ഇടയിലുള്ള ഒരു ബൈനാഷണൽ ഹൈഡ്രോ പവർ പ്രൊജക്റ്റാണ് ഈ പാഞ്ചേശ്വർ മൾട്ടിപർപ്പസ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇത് നേപ്പാളിലൂടെ കടന്ന് ഇന്ത്യയിലേക്ക് വരുന്ന മഹാകാളി റിവറിലാണ്, അല്ലെങ്കിൽ ഇന്ത്യ നേപ്പാൾ ബോർഡറിലുള്ള മഹാകാളി റിവറിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ബേസിക്കലി പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് മഹാകാളി ട്രീറ്റി എന്ന് പറയുന്ന ട്രീറ്റി ഉണ്ട് ഇന്ത്യക്കും നേപ്പാളിനും ഇടയിൽ സൈൻ ചെയ്തിട്ടുള്ള. അപ്പോൾ അതിനകത്താണ് ഈ പാഞ്ചേശ്വർ മൾട്ടിപർപ്പസ് പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും അതുപോലെ തന്നെ നേപ്പാളിലും ഈക്വലി പവർഫുൾ ആയിട്ടുള്ള 2 അണ്ടർഗ്രൗണ്ട് പവർ ഹൗസസ് ഏകദേശം 3240 മെഗാവാട്ട് വീതം കപ്പാസിറ്റി ഉള്ള 2 അണ്ടർഗ്രൗണ്ട് പവർ ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഈ മഹാകാളിയുടെ 2 സൈഡ്, മഹാകാളി റിവറിൻ്റെ 2 സൈഡിലായിട്ടായിരിക്കും ഈ പവർ പ്രൊജക്റ്റുകൾ, ഈ പവർ ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സൈഡിലായിട്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന പാഞ്ചേശ്വർ മൾട്ടിപർപ്പസ് പ്രൊജക്റ്റിൻ്റെ മറ്റുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഒന്ന് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഉണ്ട്, മറ്റൊന്ന് ഈ ഇന്ത്യയുടെയും നേപ്പാളിലെയും ഉള്ള അഗ്രികൾച്ചറൽ ലാൻഡിലേക്ക് റെഗുലേറ്റഡ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ചെയ്യാൻ, ഇറിഗേഷന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലഡ് കൺട്രോൾ, അതായത് ഡൗൺ സ്ട്രീമിലുള്ള ഫ്ലഡിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലഡിനെ കൺട്രോൾ ചെയ്യാൻ ഇതിലൂടെ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു അണ്ടർഗോയിങ് പ്രൊജക്റ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് ഗ്ലോബൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഔട്ട്ലുക്ക് ആണ്. സോ ഈ ഗ്ലോബൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം അല്ലെങ്കിൽ UNEP-യും ഇൻ്റർനാഷണൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കളക്റ്റീവ് എഫേർട്ടായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന ഗ്ലോബൽ അസസ്മെൻ്റ് ഓൺ സ്റ്റേറ്റ് ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി നമ്മുടെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയോട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തോട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വേസ്റ്റ് അതുപോലെ തന്നെ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടർ ആണ് എന്നുള്ള കാര്യം ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷനൊക്കെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഈ ഔട്ട്ലുക്കിനകത്ത് പ്രധാനമായിട്ടും ഈ ഔട്ട്ലുക്ക് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. സോ ഈ ഔട്ട്ലുക്ക് പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത് ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവേണൻസ് ഇഷ്യൂവിനെ കുറിച്ചാണ്, ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും അഡ്രസ്സ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്, ഇതൊരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്, ഇൻവെസ്റ്റിംഗ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ദി എക്കണോമിക് കേസ് ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ ഇന്ത്യാസ് ചിൽഡ്രൻ എന്ന് പറയുന്നത്.
സോ ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പത്തെ കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഒരു 6 വയസ്സിലൊക്കെ താഴെയുള്ള കുട്ടികൾ, അവർക്ക് കൊടുക്കേണ്ട ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും ഇതിനകത്ത് പ്രൈമറിലി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 45 ഇതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ അത്യാവശ്യം നെഗ്ലക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഏരിയാസിൽ ഒന്നാണത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവർക്ക് ആവശ്യത്തിനുള്ള കെയറും എഡ്യൂക്കേഷനും, ക്വാളിറ്റി കെയറും എഡ്യൂക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ കുറച്ചും കൂടി സ്കിൽഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ആളുകളായിട്ട് മാറാൻ സാധിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഹ്യൂമൻ ക്യാപിറ്റലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ അത് സഹായിക്കും എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ബെറ്റർ ആയിട്ട് കിട്ടുന്ന സ്റ്റുഡൻസ് അക്കാഡമിക്സിനകത്ത് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ലോങ് ടേം എഡ്യൂക്കേഷണൽ സക്സസിനുള്ള ബേസ് ആയിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സലായിട്ട് ഇവിടുത്തെ കുട്ടികൾക്ക് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അക്കാഡമിക്സിനകത്തൊക്കെയുള്ള പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞൊരു കാര്യം കാണാൻ സാധിക്കും. ഈ എക്കണോമിക്കലി വീക്കർ ആയിട്ട് അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് വരുന്ന കുട്ടികളുടെ പെർഫോമൻസ് വളരെ കമ്പയർഡ് ടു അതർ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ മെയിൻ സ്ട്രീമിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ പൂർ ആയിരിക്കും. പക്ഷേ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യോ എക്കണോമിക് ഡിസ്പാരിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചനെ ഇത് അൾട്ടിമേറ്റ്ലി സഹായിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിനെ ഇത് ബൂസ്റ്റ് ചെയ്യും ഓവർ ദി പീരീഡ് ഓഫ് ടൈം എന്ന് പറയാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഏരിയയിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരിക്കലും ഇമ്മീഡിയറ്റ് ആയിരിക്കില്ല, ഒരു ലോങ് ടേം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്, അതായത് ഈ പറയുന്ന സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷനെ കുറിച്ചും ചൈൽഡ്ഹുഡ് കെയറിനെ കുറിച്ചുള്ള അവയർനെസ് ആളുകളിൽ കുറവായതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ലിമിറ്റഡ് ആണെന്ന് പറയാം. മറ്റൊന്ന്, ഇതൊരു സോഷ്യോ കൾച്ചറൽ സ്റ്റീരിയോ ടൈപ്പിംഗ് അല്ലെങ്കിൽ സ്റ്റിഗ്മ അവിടെ ഉണ്ട്. അതായത് ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള കുട്ടികളെ നോക്കേണ്ടത് വീട്ടിലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ അമ്മമാരുടെ ജോലിയാണ്. അപ്പോൾ അതൊരു കൾച്ചറലി നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോൾ അംഗൻവാടികൾ പോലുള്ള അല്ലെങ്കിൽ ഡേ കെയറുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വിടുന്നതിന് എതിർക്കുന്നൊരു ടെൻഡൻസി നമ്മുടെ സൊസൈറ്റിക്ക് അത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സോഷ്യോ കൾച്ചറൽ സ്റ്റിഗ്മ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആക്സസിബിലിറ്റി അതേപോലെ ഒരു പ്രശ്നമാണ്. കാരണം ഇപ്പോൾ നമ്മൾ അർബൻ ഏരിയാസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അംഗൻവാടീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ കീഴിൽ വരുന്ന അംഗൻവാടീസ്. പക്ഷേ ഇന്ത്യയിലുള്ള അംഗൻവാടീസിൻ്റെ പെനട്രേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൂറൽ ഏരിയാസിൽ കമ്പാരിറ്റീവ്ലി അംഗൻവാടീസിൻ്റെ എണ്ണം കൂടുതലാണെന്ന് കാണാൻ സാധിക്കും. പക്ഷേ അർബൻ ഏരിയാസിലേക്ക് വരുമ്പോൾ അത് വളരെയധികം കുറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ PIBയിലൊക്കെയുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം 14 ലക്ഷത്തോളം അംഗൻവാടികൾ ഉള്ളതിൽ വെറും 1.5 ലക്ഷത്തിൽ താഴെ മാത്രമാണ് അർബൻ ഏരിയാസിലുള്ള അംഗൻവാടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അർബൻ ഏരിയാസിലുള്ള ഒരു മിഡിൽ ക്ലാസ്സോ അപ്പർ മിഡിൽ ക്ലാസ്സോ ഫാമിലിയിൽ പെടുന്ന ആളുകൾക്ക് അവരുടെ കുട്ടികൾക്ക് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ഒക്കെ കൊടുക്കുക അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡേ കെയറുകൾ പോലുള്ള കുറച്ചും കൂടി പ്രൈവറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസിനെ ആശ്രയിക്കാൻ പറ്റുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ഈ സ്ലം ഡ്വല്ലേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ നോർമലായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കൊന്നും അവരുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്സസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ട്രൈബൽ ഏരിയാസ് ഇതേ ഇഷ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ഇൻഅഡക്വേറ്റ് ആയിട്ടുള്ള ഡാറ്റ ആൻഡ് റിസർച്ച് ആണ്. അതായത് ഇതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള റിസർച്ചോ നമ്മുടെ ഇന്ത്യയിൽ നടക്കാത്തതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള പോളിസി മേക്കിംഗ് വളരെ ഡിഫിക്കൽട്ടാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫഷൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ന്യൂമറസി അല്ലെങ്കിൽ നിപുൻ ഭാരത് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഫൗണ്ടേഷണൽ ലിറ്ററസിയും അതുപോലെ തന്നെ ന്യൂമറസി സ്കിൽസും കുട്ടികൾക്കിടയിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണത്. അതുപോലെ തന്നെ പോഷൻ ഭി പഠായ് ഭി എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ഇനീഷ്യേറ്റീവാണിത്. ഓക്കെ, അപ്പോൾ അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണിത്. എസ്പെഷ്യലി അംഗൻവാടി സിസ്റ്റത്തിലൂടെ ഇത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ന്യൂട്രീഷനും ഹെൽത്ത് കെയറിൻ്റെ ഒക്കെ ഇംപ്രൂവ്മെൻ്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. മറ്റൊന്ന്, അപ്ഗ്രഡേഷൻ ഓഫ് അംഗൻവാടി സെൻറ്റേഴ്സാണ്. അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് സർവീസ് ഫോർ അംഗൻവാടി വർക്കേഴ്സ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു സ്കീമുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് ബഡ്ജറ്ററി അലോക്കേഷൻസ് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഗവൺമെൻറ് മെഷേഴ്സായിട്ട് പറയുന്നത്.
ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഫൈറ്റ് അഗെയിൻസ്റ്റ് റെയർ ഡിസീസസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ഈ റെയർ ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടതിന് മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ പേജ് 7 നമ്മുടെ തിരുവനന്തപുരത്തിലെ പാർലമെന്ററി മെമ്പറായിട്ടുള്ള അല്ലെങ്കിൽ ലോക്സഭാംഗമായിട്ടുള്ള ശശി തരൂരിൻ്റെ ഒരു ആർട്ടിക്കിൾ ഹിന്ദുവിൻ്റെ പേജ് 7 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ റെയർ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു റെയർ ഡിസീസ് എന്ന് മനസ്സിലാക്കുക. റെയർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജനറൽ പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വളരെ ചുരുക്കം ചില ആളുകളെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള അസുഖങ്ങളെയാണ് റെയർ ഡിസീസസ് എന്ന് പറയാം. സോ ഇപ്പോൾ WHO ഈ റെയർ ഡിസീസസിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു 1000 പോപ്പുലേഷനകത്ത് ഒരാളെയോ അല്ലെങ്കിൽ ലെസ് ദാൻ ഒരാളെയോ ബാധിക്കുന്ന ഡിസീസസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതാണ് ഒരു ഡിസീസിൻ്റെ പ്രവലൻസ് എങ്കിൽ അതാണ് റെയർ ഡിസീസ് എന്ന് പറയാം. പക്ഷേ ഇത് ഒരിക്കലും നമുക്കൊരു യൂണിഫോം ആയിട്ട് ലോകത്തിലെല്ലായിടത്തും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷനായിട്ട് റെയർ ഡിസീസിനുള്ള ഡെഫിനേഷനായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ US പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ റെയർ ഡിസീസസിൻ്റെ പ്രവലൻസ് ഇതിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ ഓരോരോ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള ഡിഫറൻറ്റ് ഡെഫിനിഷൻസ് ഇതിന് കോയിൻ ചെയ്യാറുണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷേ WHO കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ റെയർ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു വളരെ റെയർ ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ആയിരിക്കും ദാറ്റ് ഇമ്പാക്ട്സ് എ ലിമിറ്റഡ് പെർസെൻറ്റേജ് ഓഫ് ദി പോപ്പുലേഷൻ എന്ന് മനസ്സിലാക്കുക. അതിന് WHO കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഈ ഡെഫിനേഷൻ യൂണിവേഴ്സൽ അല്ല, ഡിഫറെൻറ്റ് കൺട്രീസ് അവരുടേതായിട്ടുള്ള ഡിഫറെൻറ്റ് ഡെഫിനേഷൻസ് കൊടുക്കാറുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഈ റെയർ ഡിസീസസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് മെജോറിറ്റിയും ജനറ്റിക് ആയിട്ടുള്ള ഡിസീസസ് ആയിരിക്കും. അപ്പോൾ അത് ജനറേഷൻ ടു ജനറേഷൻ ആയിട്ട് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഡിസീസസ് ആയിരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ റെയർ ഡിസീസസിൻ്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഹീമോഫീലിയ, തൽസെമിയ, സിക്കിൾ സെൽ അനീമിയ, അതുപോലെ തന്നെ പ്രൈമറി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഇൻ ചിൽഡ്രൻ, ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസസ്, ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡർ, അതായത് ഈ പോം ഡിസീസ്, അതുപോലെ തന്നെ ഗൗച്ചേഴ്സ് ഡിസീസ് എന്നൊക്കെ പറയുന്നതൊക്കെയാണ് ഇന്ത്യയിൽ റെയർ ഡിസീസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇന്ത്യയിൽ ഏകദേശം ഒരു 7000 തൊട്ട് 8000 വരെ റെയർ ഡിസീസസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേസ് ഒന്ന് സ്പെസിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ആസ് ഐ മെൻഷൻഡ് ഏർലിയർ ഇന്ത്യയിൽ 7000 to 8000 റെയർ ഡിസീസസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെയർ ഡിസീസസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചുരുക്കം ചില ആൾക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള പോപ്പുലേഷൻ ഉണ്ടാവില്ല. കാരണം ഈ ഒരു അസുഖത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു ഡാറ്റ ഡെഫിഷ്യൻസി അവിടെ ഉണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാരെ മാത്രം ബാധിക്കുന്ന ഡിസീസസ് ആയതുകൊണ്ട് തന്നെ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനൊന്നും ഇതിനകത്ത് റിസർച്ച് നടത്താനോ അല്ലെങ്കിൽ ഇതിനകത്ത് മെഡിസിൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ഉണ്ടാവില്ല. കാരണം അവരുടെ മാർക്കറ്റ് വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെയർ ഡിസീസസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള മെജോറിറ്റി ഡിസീസസിനും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൽ റെജീം ഇല്ല, അല്ലെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ തെറാപ്പി അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള 7000 തൊട്ട് 8000 വരെയുള്ള റെയർ ഡിസീസസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനകത്ത് വെറും 5% റെയർ ഡിസീസസിന് മാത്രമേ ഇന്ത്യയിൽ ചികിത്സയുള്ളൂ. ദാറ്റ് മീൻസ് ഇന്ത്യയിൽ ഉള്ള റെയർ ഡിസീസസിലെ 95% റെയർ ഡിസീസസിനും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ അല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഓരോ ഇൻഡിവിജ്വൽ റെയർ ഡിസീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ബാധിക്കുന്നുള്ളൂ. എങ്കിലും നമ്മുടെ ഇന്ത്യയിലുള്ള മൊത്തം റെയർ ഡിസീസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 7000 to 8000 റെയർ ഡിസീസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിലുള്ള കമ്പൈൻഡ് ആയിട്ടുള്ളൊരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷൻ ഏകദേശം 1/5 പോപ്പുലേഷനെയും അല്ലെങ്കിൽ 20% ആളുകളെയും ഈ റെയർ ഡിസീസസ് ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും സിംഗിൾ റെയർ ഡിസീസ് അല്ല, എൻറ്റയറിറ്റി എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ റെയർ ഡിസീസസിൻ്റെ ഡിസീസ് ബേർഡൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ഈ 1/5 പോപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടിക്കണക്കിന് ആൾക്കാരായിരിക്കും. കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ പോപ്പുലേഷനകത്ത് ഏകദേശം 9.6 കോടി ജനങ്ങൾ ഇത്തരത്തിലുള്ള റെയർ ഡിസീസ് അനുഭവിച്ച് ജീവിക്കുന്നവരാണെന്നാണ് പറയുന്നത്. റെയർ ഡിസീസ് അനുഭവിച്ച് ജീവിക്കുന്നവരാണെന്ന് മാത്രമല്ല, ഈ 9.6 കോടി ആളുകൾക്ക് ഒരു തരത്തിലുള്ള മെഡിക്കൽ ആക്സസും ഇല്ലെന്നാണ് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ്, റെയർ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, ലിമിറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിലിറ്റി. ഇപ്പോൾ ഇന്ത്യയുടെ കേസിൽ 95% റെയർ ഡിസീസസിനും ഇന്ത്യയിൽ ചികിത്സയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മറ്റൊന്ന്, ഇത് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുട്ടികളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് മെജോറിറ്റിയും ജനറ്റിക്കലി വരുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം വരുന്ന ഇന്ത്യൻ ഡെമോഗ്രാഫിക്കകത്ത് വരുന്ന റെയർ ഡിസീസിനകത്ത് ഏകദേശം 50% വരുന്ന പുതിയ കേസുകളും കുട്ടികളുടെ ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ റെയർ ഡിസീസസ് ബാധിക്കുന്ന കുട്ടികളിൽ 35% കുട്ടികളും അവരുടെ 1 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കാറില്ല, അതായത് 1 വയസ്സ് പൂർത്തിയാക്കാറില്ല എന്നാണ് പറയുന്നത്. സോ അത് 35% ഫേറ്റാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലുതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ,
ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ആണ്. അതായത് ഇതിനുള്ള മരുന്നുകൾ എന്ന് പറയുന്നത് വളരെയധികം അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന് ഇത് ഡെവലപ്പ് ചെയ്യുന്നതിനകത്ത് പ്രത്യേകിച്ച് ഇൻസെൻറ്റീവ് ഇല്ല. ഇനി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനുള്ള മാർക്കറ്റ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇവർക്കുള്ള ഈ R&D കോസ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വില വളരെ വലുതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ചില റെയർ ഡിസീസസിനുള്ള മരുന്നുകളുടെ വില എന്ന് പറയുന്നത് ആനുവൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം തൊട്ട് 1 കോടി വരെ ആവാറുണ്ടെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതൊരിക്കലും ഒരു സാധാരണ ഫാമിലിയിൽ പെടുന്ന ആളുകൾക്കൊന്നും ഒരിക്കലും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മറ്റൊന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസി ഡിസൈൻ ചാലഞ്ചസ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു റെയർ ഡിസീസസിന് WHO ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്തൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഡെഫിനിഷനൊന്നും ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രവലൻസ് ആയതുകൊണ്ട് വളരെ ചുരുക്കം ചില ആൾക്കാരെ മാത്രം ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമുക്കൊരിക്കലും ആ രോഗത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ റയർ ഡിസീസ് രജിസ്ട്രി എന്ന് പറയുന്ന രജിസ്ട്രി 2017 നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 450 റയർ ഡിസീസസിനെയാണ് അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടുത്തെ ടേർഷ്യറി ഹോസ്പിറ്റൽസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ അനുസരിച്ച് 450 റയർ ഡിസീസസിനെയാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡാറ്റ കളക്ഷനകത്ത് വലിയ ഇതിലൊരു ഗ്യാപ്പ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് ഇംപ്ലിമെൻറ്റേഷൻ ഡിലേസും ലാക്ക് ഓഫ് ഏർജൻസിയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഈ നാഷണൽ പോളിസി ഫോർ റയർ ഡിസീസസ് എന്ന് പറയുന്നൊരു പോളിസി ഉണ്ട്. അങ്ങനെയുള്ളൊരു പോളിസി ഉണ്ടെങ്കിലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വളരെ ഡിലേഡ് ആയിട്ടാണ് നടക്കുന്നത്. കാരണം ഇതൊരു ചെറിയൊരു പോപ്പുലേഷൻ മാത്രം ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറൊക്കെ ഗവൺമെൻറ്റിന് മുകളിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഈ റയർ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഇന്ത്യയുടെ കേസിൽ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് നാഷണൽ റയർ ഡിസീസ് കമ്മിറ്റിയും മറ്റൊന്ന് നാഷണൽ റയർ ഡിസീസ് പോളിസിയും. അപ്പോൾ ഈ നാഷണൽ റയർ ഡിസീസ് കമ്മിറ്റി എന്ന് പറയുന്നത് ഡൽഹി ഹൈക്കോർട്ടിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ് നാഷണൽ റയർ ഡിസീസ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതൊരു 5 മെമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു പാനലാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യയിൽ ഈ റയർ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ അതിൻ്റെ ചാലഞ്ചസ് അനുഭവിക്കുന്ന പേഷ്യൻസിനെ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 5 മെമ്പർ പാനലാണിത്. സോ ഇതിനകത്ത് ഡിഫറെൻറ്റ് ഫീൽഡുകളിൽ നിന്നുള്ള എക്സ്പേർട്സ് ഉണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസ്, പോളിസി മേക്കേഴ്സ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എയിംസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള റയർ ഡിസീസുള്ള പേഷ്യൻസിൻ്റെ കാര്യത്തിലാണ്. ഇനി നമ്മൾ അതുപോലെ തന്നെ ഈ നാഷണൽ പോളിസി ഓൺ റയർ ഡിസീസസും കൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത് 2021 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിലീസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ നാഷണൽ പോളിസി ഓൺ റയർ ഡിസീസസ് ആണിത്. അപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന റയർ ഡിസീസസിൻ്റെ പ്രിവെൻഷൻ, അതിൻ്റെ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ നാഷണൽ പോളിസി ഓൺ റയർ ഡിസീസസിനെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് നമ്മൾ റയർ ഡിസീസസിനകത്ത് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നു ഹൈ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഹൈ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കുറക്കാൻ ശ്രമിക്കുക. ഇതിനകത്തുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള റിസർച്ച്, ഇന്ത്യക്കകത്ത് നടക്കുന്ന റിസർച്ചിനെ സ്ട്രെങ്തൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നാഷണൽ ഹോസ്പിറ്റൽസ് ഇത്തരത്തിലുള്ള റയർ ഡിസീസസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നാഷണൽ ഹോസ്പിറ്റൽസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിലൂടെ എപ്പിഡമോളജിക്കൽ ഡാറ്റയൊക്കെ കൃത്യമായിട്ട് അവൈലബിൾ ആക്കുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടി അവൈലബിൾ ആക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു നിദാൻ കേന്ദ്രാസ് എന്ന് പറയുന്ന സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന റയർ ഡിസീസസിൻ്റെ ഏർലി സ്ക്രീനിങ് ആൻഡ് പ്രിവെൻഷന് വേണ്ടിയിട്ട് നിദാൻ കേന്ദ്രാസ് എന്ന് പറയുന്ന സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി ആൻഡ് ടേർഷ്യറി ഹെൽത്ത് ഫെസിലിറ്റീസിൽ അതുപോലെ തന്നെ ഈ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസിനൊക്കെ ഇതിന് വേണ്ടിയിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നതിനെക്കുറിച്ചും ഈ പോളിസിക്കകത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് ഘാനയാണ്. സോ ഘാന എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്കയിൽ ഗോൾഡൻ കോസ്റ്റ് എന്നറിയപ്പെടുന്ന റീജിയനിൽ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് ഓഷൻ്റെ ഭാഗമായിട്ടുള്ള ഗൾഫ് ഓഫ് ഗിനിയുടെയൊക്കെ ഭാഗമായിട്ട് അതിൻ്റെയൊക്കെ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു വെസ്റ്റ് ആഫ്രിക്കയിലുള്ള ഒരു രാജ്യമാണ് ഘാന എന്ന് പറയുന്നത്. സോ ഇത് ഗൾഫ് ഓഫ് ഗിനിയയുടെ അടുത്താണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഏരിയയാണ് നമ്മൾ ഗൾഫ് ഓഫ് ഗിനിയ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഘാനയുടെ ഈ കോസ്റ്റിനെ ഗോൾഡൻ കോസ്റ്റ് എന്നാണ് വിളിക്കാറുള്ളത്. ഇത് അറ്റ്ലാന്റിക് ഓഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോസ്റ്റിലേക്ക് വരുന്നത്. സോ ഇവരുടെ അതിർത്തികൾ എന്ന് പറയുന്നത് സൗത്തിലായിട്ട് ഗോൾഡൻ കോസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന അറ്റ്ലാന്റിക് ഓഷൻ വരുന്നുണ്ട്. വെസ്റ്റേൺ സൈഡിലായിട്ട് ഐവറി കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബുർക്കിന ഫാസോ ആണ് ഇവരുടെ നോർത്തേൺ ഏരിയയിൽ വരുന്നത്. ഈസ്റ്റേൺ ഏരിയയിലാണെങ്കിൽ ടോഗോയുമാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ ക്യാപിറ്റലും ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നതും
ആക്ര എന്ന് പറയുന്ന സ്ഥലമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.